എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം അലീനയുടെ വിഷമമൊക്കെ കാണുമ്പോൾ മനു ചോദിക്കുന്നുണ്ട് അലീനയോട്, നിനക്ക് ശരിക്കും ആഗ്രഹമില്ലേ, നിൻ്റെ അമ്മ നിന്നെ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരുപാട് കൊതിക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങോട്ട് വന്നതേ തെറ്റായി പോയി, ഇവിടെ നിലനിൽക്കുന്നത് അതിലും വലിയ തെറ്റാണ്, അതിനപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, അതിലൊന്നും ഞാൻ തെറ്റ് കാണുന്നില്ല, ഏതായാലും ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കാം, എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് അങ്കിളല്ലേ എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട്, ഞാനില്ല കേട്ടോ, എനിക്ക് പേടിയാണ്, ഞാൻ ഒന്നിനുമില്ല, അച്ഛൻ്റെ മനസ്സെന്താണ് എന്ന് എനിക്കറിയാം, അത് പഴുത്ത ഒരു ഇരുമ്പ് ദണ്ട് പോലെയാണ്, അതിലേക്ക് എന്ത് സമാധാന ശ്രമങ്ങൾ കൊണ്ട് സമാധാന വാക്കുകൾ കൊണ്ടിട്ടാലും ഉരുകി തീരത്തേ ഉള്ളൂ, അച്ഛൻ്റെ മനസ്സ് എനിക്കറിയാം, അതിങ്ങനെ വെന്തുരുകിക്കൊണ്ടിരിക്കുവാണ് എന്നൊക്കെ പറയുമ്പം മനു പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്, കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങൾ സോൾവ് ആവുകയാണെങ്കിൽ നല്ലതല്ലേ, അങ്കിളൊന്ന് ക്ഷമിക്കുവാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീരില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ്. അപ്പോഴും അലീന പറയുന്നുണ്ട്, ബാലേന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും വലിയ ചതിയാണ് അച്ഛനോട് എല്ലാവരും കൂടി ചെയ്തത് എന്ന്. അന്നേരം മനു കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോളെ നിനക്ക് എങ്ങനെയാണ്, നിൻ്റെ അമ്മ അലീനെ തിരിച്ചറിയണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോളും പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ, പക്ഷേ അതെല്ലാം നടന്നു കഴിയുമ്പം അച്ഛനും അമ്മയും ഒരിക്കലും കൂട്ടി യോജിക്കാൻ മേലാത്ത രീതിയിൽ അകന്നു പോകുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന് കൃഷ്ണമോളും പറയുന്നുണ്ട് കേട്ടോ. അന്നേരം മനു പറയും, ഏതായാലും ഞാൻ അങ്കിളിനോടൊന്ന് സംസാരിക്കാൻ പോകുവാണ് എന്ന്. അന്നേരം അലീന പറയുന്നുണ്ട്, ശരിയാകുമോ എന്നറിയത്തില്ല, അത് വലിയ പ്രശ്നമാകുമോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, കാരണം എന്നെ തല്ലത്തൊന്നുമില്ല അങ്കിൾ, ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറയുന്നു. ഏതായാലും മനു സംസാരിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നു. അപ്പോഴും നല്ല ടെൻഷനുണ്ട് കേട്ടോ കൃഷ്ണമോൾക്കും അലീനയ്ക്കും. പിന്നെ കാണിക്കുന്നത് മനു ബാലേന്ദ്രൻ്റെ റൂമിലോട്ട് ചെല്ലുന്നതാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. റൂമിൽ തട്ടുമ്പം കയറി പോരേ എന്ന് പറയും. അങ്ങനെ മനു അകത്തേക്ക് കയറി ചെല്ലുവാണ്. ബാലേന്ദ്രൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണല്ലോ, അപ്പോൾ ഈ കട്ടിലയിൽ ഇങ്ങനെ ചാരിയിരിക്കുവാണ്. എന്നിട്ട് നീ പോയില്ലായിരുന്നു, ഞാനൊന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുമ്പം ഞാൻ പോയില്ലായിരുന്നു, താഴെ ഇരുന്ന് ഞാനും കൃഷ്ണമോളും അലീനയും കൂടി കുറച്ച് ചർച്ചകളൊക്കെ നടത്തുമായിരുന്നു എന്ന് പറയുമ്പോൾ ചർച്ചകളൊക്കെ നടത്തിയിട്ട് അവസാനം എന്താണ് തീരുമാനമായത് എന്ന് ചോദിക്കും. അന്നേരം മനു പറയുന്നുണ്ട്, ഇവിടെ ആർക്കെങ്കിലും സമാധാനമുണ്ടോ, എല്ലാവരും ഇലക്ട്രിക് പോസ്റ്റിന് വലിച്ചു കിട്ടിയ സ്റ്റേ വയർ പോലെ ഇങ്ങനെ മുറുകി നിൽക്കുവാണ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ അവസ്ഥ ആരാണ് ഉണ്ടാക്കിയത്, ചില മനുഷ്യരുടെ ദുർനടപ്പ് കൊണ്ടല്ലേ ഈ ഒരു അവസ്ഥ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പം അന്നേരം മനു പറയുന്നുണ്ട്, അത് സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിന്നെ അങ്കിള് തെറ്റിദ്ധരിക്കില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം, അലീനയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ അമ്മ അവളെ തിരിച്ചറിയണമെന്ന്, അതൊന്ന് സാധിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം, അത് നീ പറഞ്ഞിട്ട് വേണ്ട എനിക്കറിയാനെന്ന്. അന്നേരം അങ്കിളിന് അറിയാവോ, എന്നിട്ടാണോ അങ്കിൾ ഇതൊന്നും ശരിയാക്കാത്ത, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഇതങ്ങ് സോൾവ് ചെയ്യാൻ മേലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ബാലേന്ദ്രൻ പറയുവാണ്, നീ പറയുന്നത് നേരാണ്, അമ്മയും മോളും പരസ്പരം തിരിച്ചറിഞ്ഞ് കെട്ടിപ്പിടിച്ച് അവരവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് തീർത്തതിന് ശേഷം എല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഭർത്താവായി ഞാനും കൂടി ഒരുമിച്ചിരുന്ന ഒരു ഇലയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, നിൻ്റെ നിറുകെട്ട അച്ഛനും കൊച്ചച്ഛനും വലിച്ചനും എല്ലാവരും ചുറ്റി നിന്ന് വീണ്ടും വീണ്ടും ഞങ്ങൾ ഊട്ടി നിറയ്ക്കും എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ വൈരാഗ്യം ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, അതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിരപരാധിയായ ഒരുത്തനെ എല്ലാവരും കൂടി ചതിച്ചു, അങ്ങനെ ചതിച്ച് പഴച്ച് പ്രസവിച്ച ഒരു പെങ്ങളെ അവൻ്റെ തലയിൽ കെട്ടിവെച്ചു, അതിനുശേഷം ഇങ്ങോട്ട് അഹന്ത കൊണ്ട് അങ്ങ് ആടി തകർക്കുമായിരുന്നു അവൾ, ആ വൈജയന്തി, അവൾ എൻ്റെ മുന്നിൽ 23 വർഷമാണ് പതിവ്രതയായിട്ട് അഭിനയിച്ച് തകർത്തത്, അങ്ങനെയുള്ള അവളെ ഞാൻ വെറുതെ വിടണം എന്നാണോ നീയൊക്കെ പറയുന്നത്, അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല, എന്നോട് ഇത്രയും കൊടിഞ്ചത് ചെയ്യുമ്പോൾ ഞാനതിനുള്ള പ്രതികാരം തിരിച്ച് ചെയ്യണ്ടേ എന്ന് ചോദിക്കുവാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഉണ്ട്, എനിക്കുണ്ട്, അവളെ ഒരു എലിയെ കൈ കിട്ടിയ പൂച്ചയെ പോലെ ഞാനിങ്ങനെ തട്ടിക്കളിക്കും, അതെല്ലാം കണ്ട് വിഷമിച്ച് ഒന്നും മിണ്ടാതെ നിൽക്കണം നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും വലിച്ചനും അവരെല്ലാവരും, അതിനുള്ള അർഹതയെ അവന്മാർക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം മനു പറയുന്നുണ്ട്, അങ്കിൾ എത്ര കാലം ഈ വൈരാഗ്യം മുന്നോട്ട് കൊണ്ടുപോകും, അതൊന്നും എനിക്കറിയണമല്ലോ, ഏതായാലും ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ആൻറ്റി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴാണെങ്കിലും സ്വന്തം അമ്മയാണ് അങ്കിള് ദ്രോഹിക്കുന്നത്, അത് ഒരുപാട് കാലമൊന്നും അലീന കണ്ടുകൊണ്ട് നിൽക്കുകയില്ല, സ്വന്തം അമ്മയെ ദ്രോഹിക്കുന്ന കെയർ ടേക്കറെ
ഏതെങ്കിലും ഒരു നിമിഷം അവൾ വെറുത്തു തുടങ്ങും എന്നൊക്കെ പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം, കാണാം എന്ന് പറയുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാനും അലീനയും തമ്മിലുള്ള ബോണ്ട് എന്താണ് എന്ന് നിനക്കറിയത്തില്ല, ഞാനെന്താ മനുഷ്യൻ, ഞാനെന്താ ഭർത്താവ് എന്താണ് എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ബാലേന്ദ്രൻ പറയുവാണ്. അന്നേരം മനു ഇത്തിരി ദേഷ്യത്തോടെ കേട്ടോ മനു പറയുന്നത്, അങ്കിളെ ഈ സത്യങ്ങളെല്ലാം ആൻറ്റി അറിയുന്നത് വരെയേ അങ്കിളിന് ഈ വൈരാഗ്യവും വാശിയും ഒക്കെ കൊണ്ടടക്കാൻ സാധിക്കുകയുള്ളൂ, പ്രതികാരമൊക്കെ കൊണ്ടടക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ആൻറ്റിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നീ ഒരിക്കലും അത് പറയില്ല എന്ന് എനിക്കറിയാം, അതിനുള്ള ധൈര്യമൊന്നും നിനക്കില്ല. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നീ ഒന്നുകൂടെ ജനിക്കേണ്ടി വരും. കാരണം നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൊടുങ്കാറ്റിനെ ആയിരിക്കും നീ തുറന്നു വിടുന്നത്, അതിൽ പലർക്കും പലതും സംഭവിക്കാം, പലരും മാഞ്ഞു പോയേക്കാം എന്നൊക്കെ പറയുവാണ്. അന്നേരവും മനുവിന് നല്ല ദേഷ്യമാണ്. അന്നേരം മനു ചോദിക്കുന്നുണ്ട് ഈ സത്യങ്ങളെല്ലാം അച്ഛനോ കൊച്ചച്ഛനോ ആരെങ്കിലും വലിയച്ഛനോ ആരെങ്കിലും ആൻറ്റിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ സംഭവിക്കാമല്ലോ എന്ന് പറയുവാണ്. അന്നേരവും ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവരങ്ങനെ ചെയ്യുകയില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഈ നിമിഷവും അവർ ചിന്തിക്കുന്നത് സ്വന്തം പെങ്ങളുടെ ജീവിതം ഇനി എന്താകും എന്നായിരിക്കും, അതുകൊണ്ട് അവന്മാർ ഒരെണ്ണം ഇനി ശബ്ദിക്കത്തില്ല, എൻ്റെ മുമ്പിൽ എന്നും തല താഴ്ത്തിയേ ഇനി അവർ നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറയും. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഇനി അഥവാ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലതിനും അവർ ഉത്തരം പറയേണ്ടി വരും, കൊലപാതകത്തിന് പോലും ഉത്തരം പറയേണ്ടി വരും എന്ന് പറയുമ്പം മനു ചോദിക്കുന്നുണ്ട് കൊലപാതകം അതാരുടെയാണ് എന്ന്. അന്നേരം അതൊന്നും എൻ്റെ വിഷയമല്ല, എനിക്കതിനെപ്പറ്റി ചിന്തിക്കാൻ സമയവും ഇല്ല എന്ന് പറയുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞെന്നറിയത്തില്ല, ഇനി അലീനയുടെ അച്ഛനെ എല്ലാവരും കൂടി തട്ടിയോ അതോ അറിയത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മനു കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അന്നേരം പിന്നെയും മനു ചോദിക്കുന്നുണ്ട് ഇതിനൊരു അവസാനം വേണ്ടേ, ഈ അമ്മയ്ക്കും മോൾക്കും ഒരു ശാപമോശം വേണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് തീർച്ചയായും വേണം, അത് വൈജയുടെ മരണക്കിടക്കയിൽ വെച്ചായിരിക്കും. അങ്ങനെ മരണക്കിടക്കയിൽ അവൾ കിടക്കുമ്പോൾ ഞാൻ അലീനയെ ചേർത്ത് നിർത്തിയിട്ട് പറയും ഇത് നിൻ്റെ സ്വന്തം മകളാണ് എന്ന്. അന്നേരം അവളിങ്ങനെ അന്തിച്ച് നോക്കും അലീനയുടെ മുഖത്തേക്ക്. അന്നേരം അവൾക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം കാണത്തില്ല, ആകെ മോളെ എന്ന് വിളിച്ച് കരയാനുള്ള സമയം മാത്രമേ അവളുടെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. അതൊരു രസമല്ലേ, അവളത് അനുഭവിക്കണം. ഇനി അങ്ങോട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ, ഒന്ന് പശ്ചാത്തപിക്കാൻ പോലുമുള്ള സമയം ഇല്ലല്ലോ എന്ന് ഓർത്ത് വേണം അവൾ തീരാൻ. അതാണ് എൻ്റെ പ്രതികാരം, അന്നേ എനിക്ക് ശാപമോശം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അവിടെ ഇരിക്കുവാണ്. ഇത്രയൊക്കെ പറയുമ്പം മനുവിന് മനസ്സിലാവുന്നുണ്ട് ഭയങ്കരമായ വൈരാഗ്യവും ദേഷ്യവും ഒക്കെ ഉണ്ട് ബാലേന്ദ്രന് വൈജയന്തിയോട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം വൈജയന്തി ഇനി അങ്ങോട്ട് വിഷമിപ്പിക്കാൻ പറ്റുമോ, എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമത്തിൽ ചെയ്യും ബാലേന്ദ്രൻ. അതോ ബാലേന്ദ്രൻ്റെ ആ ഭാവത്തിൽ നിന്ന് മനുവിന് മനസ്സിലാവുന്നുണ്ട്. ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പം ബാലേന്ദ്രൻ ആകെ തളർന്നങ്ങ് ആ കട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അത്രത്തോളം ദേഷ്യവും സങ്കടമൊക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ടാവും പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാജീവിനെയും ശിവനെയാണ്. രണ്ടുപേരോട് ഹോസ്പിറ്റലിലോട്ട് ചെന്നു. രണ്ടുപേരോട് പറയുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയണം, നമ്മൾ അവൾക്ക് സപ്പോർട്ടുണ്ട് എന്ന് കരുതി അവൾ കടുത്ത തീരുമാനമൊന്നും എടുക്കാൻ ഇടയാകരുത് എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരൂടെ ഹോസ്പിറ്റലിലെ വൈജയന്തിയുടെ റൂമിലോട്ട് കയറി ചെല്ലുന്നത്. അവർ വൈജയന്തിയുടെ റൂമിലോട്ട് കയറി ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ ചികിത്സയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നില്ലേ, ഡോക്ടർമാരെന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ കിടക്കേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത് എന്ന്. അന്നേരം അവർ പറയുന്നുണ്ട് ഇനി ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നേരാവണ്ണം മുന്നോട്ട് പോകാൻ നോക്കണം എന്നൊക്കെ പറയും. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, എൻ്റെ ജീവിതം നശിച്ചു തുടങ്ങിയത് അങ്ങ് ആ സ്നേഹസദനത്തിൽ നിന്ന് ഒരു സാധനത്തിന് വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പോഴാണ് എന്ന് പറയും. അന്നേരം അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ അലീനയോട് യാതൊരു ദേഷ്യവും ഇല്ല, ഞങ്ങൾ അവളെ ബാലേന്ദ്രൻ്റെ മകളായി തന്നെ അംഗീകരിച്ചു, അതുപോലെ നിനക്കും അങ്ങ് അംഗീകരിച്ചാൽ എന്താ, അങ്ങനെ മുന്നോട്ട് പോയാൽ എന്താ എന്നൊക്കെ ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ എച്ചിൽ തിന്നാൻ വരുന്ന ഒരു പട്ടിയായിട്ട് പോലും ഞാൻ അവളെ കരുതിയേല, അത്രയ്ക്ക് വൈരാഗ്യവും ദേഷ്യവും എനിക്ക് അവളോടുണ്ട്, നിങ്ങളെ അവളെ കയ്യിലെടുത്തല്ലേ അതെനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം രാജീവൻ പറയുന്നുണ്ട് അതെ ഞങ്ങളെ അവൾ കയ്യിലെടുത്തു, ഇത്രയും നേരം അവളുടെ കയ്യിൽ വെച്ച് അമ്മാനം ആടിക്കൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുമ്പം വൈജയന്തിക്ക് മനസ്സിലായി വൈജയന്തി ആ രീതിയിൽ സംസാരിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. അതുകൊണ്ട് തന്നെ വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ അംഗീകരിച്ചു, പക്ഷേ ഈ ജന്മം ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുവാണ്. അന്നേരം രാജീവൻ പോക്കറ്റിൽ നിന്ന് ആ ബില്ലെടുത്ത് കയ്യിലോട്ട് കൊടുക്കുക. അന്നേരം ഇങ്ങനെ കൈകൊണ്ട് അത് നോക്കിയിട്ട് ഇത് ഹോസ്പിറ്റൽ ബില്ലല്ലേ, എന്തിനാ എൻ്റെ കയ്യിൽ തന്നത് എന്ന് ചോദിക്കും. അന്നേരം രാജീവൻ പറയുന്നുണ്ട് ഈ ബില്ല് ഞങ്ങളുടെ കയ്യിൽ തന്നത് ബാലേന്ദ്രനാണ്, ഈ പൈസയെല്ലാം അയാൾക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പം അതെന്ത് ന്യായമാണ് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുവാണ്.
വൈജയന്തി. അന്നേരം അവർ പറയുന്നുണ്ട്, അയാൾ പറയുന്നതിൽ കുറച്ച് ന്യായമൊക്കെ ഇല്ലേ, നീ ഇവിടുന്ന് നേരെ അയാളുടെ വീട്ടിലോട്ടാണ് ചെല്ലുന്നതെങ്കിൽ ഈ പൈസ മൊത്തം അയാൾ നിനക്ക് തിരിച്ചു തരും. അതല്ല, നീ ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഡിവോഴ്സിന് പോവുകയോ വേറൊരു വീടെടുത്ത് താമസിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്തിനാണ് നിനക്ക് വേണ്ടി 8-10 ലക്ഷം രൂപ മുടക്കുന്നത്? അത് ന്യായമല്ലേ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുവാണ്, ഭർത്താവാണ് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന്. അന്നേരം നീ ഡിവോഴ്സിന് പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അയാൾ അത് ചെയ്യണം എന്ന് ചോദിക്കുമ്പം ഡിവോഴ്സ് ആകുന്നത് വരെ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഭർത്താവാണ് എന്ന് പറയുന്നു. അന്നേരം അവർ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആ പൈസ തിരിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് നീ കൊടുക്കോ ഞങ്ങൾ കൊടുക്കോ എന്നേ തീരുമാനിക്കാനുള്ളൂ എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട് രാജീവൻ അതിനിടയ്ക്ക്, നീ ഇത്രയും കാലം ജോലിയെടുത്തുണ്ടാക്കിയ പൈസയിൽ നിന്ന് ഒരു 5 രൂപയിലും ബാലേന്ദ്രന് കൊടുത്തിട്ടുണ്ടോ എന്ന്. അതുപോലെ ശിവനും ചോദിക്കുന്നുണ്ട്, വീട്ടു ചെലവിനായിട്ടെങ്കിലും നീ 5 രൂപ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, അതൊക്കെ ബാലേന്ദ്രൻ്റെ കടമയാണ് എന്നാണ് വൈജയന്തി പറയുന്നത്. അന്നേരം അവർ പറയും, അങ്ങനെയാണെങ്കിൽ ഈ പൈസ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ച് വേറെ ന്യായങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പം ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്ന് പറയുവാണ് വൈജയന്തി. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും നിൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല അല്ലേ, എല്ലാം ഒരു സമാധാനത്തിൽ പോകണം എന്ന് നിനക്ക് ആഗ്രഹമില്ല അല്ലേ എന്ന് ചോദിക്കുമ്പം ഇത്തിരി ദേഷ്യത്തോടെ കിടക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അത് കഴിഞ്ഞ് മനുവിനെ കാണിക്കുന്നുണ്ട്. മനു വീട്ടിൽ ചെന്നതിന് ശേഷം അലീനെ ഫോൺ വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് അലീനെ. ഒരു ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അലീനെ വിളിച്ച് കുറച്ച് കൊഞ്ചിയതിന് ശേഷം കട്ടിലേക്ക് കിടന്ന് അലീനെ പറ്റി ഇങ്ങനെ ഓരോന്ന് ഓർത്ത് കിടക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ബാലേന്ദ്രനും കൃഷ്ണമോളൂടെ വൈജയന്തിയെ കാണാൻ വന്നു കഴിയുമ്പം വൈജയന്തി ഒരു കാർഡെടുത്ത് ഒരു ചെറിയൊരു കവറെടുത്ത് കൊടുക്കാൻ തുടങ്ങുവാണ് ബാലേന്ദ്രൻ്റെ കയ്യിലോട്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ ബില്ലിൽ എത്രയായിരുന്നു എമൗണ്ട് കാണിച്ചിരുന്നത് അത്രയും തന്നെ എമൗണ്ട് എഴുതിയ ചെക്ക് ഇതിൻ്റെ അകത്തുണ്ട് എന്ന്. അന്നേരം ബാലേന്ദ്രൻ അങ്ങനെ ഒരു പുച്ഛത്തോടെ പറയുവാണ്, നീ എൻ്റെ കണക്ക് തീർക്കാനോ, അത് ഈ ജന്മം നിനക്ക് സാധിക്കില്ല എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.